ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹരീഷ് ഓരോ ഫയലും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രഭാവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഹരീഷ് പ്രഭാവതിയോട് പറയും, ആകെ പുലുവാലായല്ലോ മാഡം. അപ്പോൾ പ്രഭാവതി പറയും, നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് ടെൻഷനാവുന്നത്? ആ വിവരമില്ലാത്ത പാർവതി എന്തോ ചോദിച്ചു, അതിനൊരു മറുപടി കൊടുത്താൽ പോരെ? അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്നതനുസരിച്ച് താൻ പ്രവർത്തിച്ചാൽ മതി. എന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേട്ട് കഴിയുമ്പോൾ ഹരീഷ് ചോദിക്കും, ഇതൊക്കെ ഞാൻ പാർവതി മാഡത്തിനോട് പറഞ്ഞാൽ എൻ്റെ ജോലി പോവില്ലേ? അപ്പോൾ പ്രഭാവതി പറയും, ഇയാളുടെ ജോലി പോവാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ കാണിക്കുന്നത് വീണ്ടും മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ പാർവതി ഫയൽ നോക്കിയിട്ട് ഹരീഷിനോട് ചോദിക്കും, ഞാൻ ചോദിച്ച അക്കൗണ്ട് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ ഹരീഷ് പറയും, ആ ഫയലുകളുടെ ഓഡിറ്റിംഗ് കഴിയട്ടില്ല മാഡം. ഓഡിറ്റിംഗ് കഴിയാത്ത ഫയല് മാഡം നോക്കിയാൽ ശരിയാവില്ല. മാത്രമല്ല മാഡത്തിന് ഈ ഓഫീസ് കാര്യങ്ങളിൽ അത്ര പ്രവർത്തന പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് മാഡം ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വിശാൽ പറയും, പാർവതിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നത് ശരി തന്നെ എന്ന് കരുതി പാർവതി സംശയങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പാർവതിയുടെ സംശയത്തിനുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് പാർവതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. ഹരീഷ് ചോദിക്കും, ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത മാഡത്തിന് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? അപ്പോൾ പാർവതി പറയും, ഞാൻ ഭാരിച്ച കാര്യമൊന്നുമല്ല തന്നോട് ചോദിച്ചത്. നിങ്ങളിവിടെ 2,25,00,000 രൂപ ഓഫീസിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ചിലവഴിച്ചു. നിങ്ങൾ എഴുതി തന്ന കണക്കാണത്. ആ തുക എന്തിനൊക്കെ ചിലവഴിച്ചു, എങ്ങനെ ചിലവഴിച്ചു, അതേ ഞാനിപ്പോൾ ചോദിച്ചുള്ളൂ. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതിനധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. വരവും ചിലവും അറിഞ്ഞ് വീട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ അറിവ് മാത്രം മതി. പിന്നെ എൻ്റെ കമ്പനി കാര്യങ്ങളിലുള്ള എൻ്റെ അറിവ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത്? ഇവിടെ നടക്കുന്ന ഒത്തുകളിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പുറകിൽ ആരാണെന്നും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. തൽക്കാലം നിങ്ങളോടും നിങ്ങളതിനെ പ്രേരിപ്പിച്ചവരോടും ഞാൻ ക്ഷമിക്കുന്നു. മേലിൽ ആരൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാലും ഇതുപോലൊരു പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. വെറുതെയല്ല ഞാൻ ഈ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്നത്. താക്കീത് നൽകിയിട്ടും തെറ്റ് ആവർത്തിച്ചാൽ ജോലി നഷ്ടപ്പെടും, ജയിലിലും പോകേണ്ടി വരും. അത് മറക്കണ്ട. നിങ്ങൾ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള ആളല്ലേ? കുറച്ചുകൂടെ ബോധപൂർവം പ്രവർത്തിക്കാൻ നോക്കണം. അപ്പോൾ ഹരീഷ് പാർവതിയോട് സോറി പറയാണ് കേട്ടോ. പിന്നെ പ്രഭാവതി ആദ്യം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ വിശാലും പാർവതിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് വിശാല് കാറ് നിർത്തി ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കും, എന്താ സാർ ഇവിടെ നിർത്തിയത്? നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? അപ്പോൾ വിശാല് ചോദിക്കും, എന്താ എത്ര തിടുക്കം? അപ്പോൾ പാർവതി പറയും, എനിക്ക് വേഗം എത്തണം, എനിക്കവിടെ ഒരുപാട് ജോലികൾ ബാക്കിയാണ്. അപ്പോൾ വിശാൽ പറയും, ഓഫീസിൽ വളരെ കണിശക്കാരിയായ ചെയർപേഴ്സൺ വീട്ടിൽ വന്നാൽ എല്ലാ ജോലികളും ഒരു ജോലിക്കാരിയെ പോലെ ചെയ്യും, അതും കൃത്യതയോടെ ഒരു മടിയും കൂടാതെ. ഇതൊക്കെ തനിക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പാർവതി പറയും, അതിനുത്തരം സാറാണ്. സാർ എനിക്ക് തരുന്ന ധൈര്യവും പരിഗണനയും കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. എല്ലാം സാറിൻ്റെ കാരുണ്യം. അപ്പോൾ വിശാൽ ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചാൽ പാറു സത്യം പറയോ? സാറ് ചോദിച്ചോ? അപ്പോൾ വിശാൽ ചോദിക്കും, ആ മാനേജർക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് താൻ പറഞ്ഞില്ലേ, അതാരാണ്? അവർ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടിട്ടും താൻ എന്താ അവർക്ക് മാപ്പ് കൊടുത്തത്? ഇത് കേൾക്കുമ്പോൾ പാർവതി മനസ്സിൽ പറയും, സത്യങ്ങൾ ഞാൻ എങ്ങനെ സാറിനോട് പറയും? പാർവതി ആലോചിച്ച് നിൽക്കണ കാണുമ്പോൾ വിശാൽ ചോദിക്കും, പാറു, താൻ എന്തിനാണ് അവരോട് ക്ഷമിച്ചത്? അപ്പോൾ പാർവതി പറയും, ഇവരൊക്കെ ദേവമ്മയുടെ കാലം മുതൽ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലപ്പോൾ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അവർക്ക് ചില അശ്രദ്ധകളൊക്കെ വന്നേക്കാം. ഇപ്പോൾ അതിനെ വലുതായി കരുതി അവർ ശിക്ഷിക്കാൻ പോയാൽ അവരുടെ കീഴിലുള്ളവർക്ക് അവരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഏതായാലും നമ്മളിപ്പോൾ അവരുടെ തെറ്റ് കണ്ടുപിടിച്ചല്ലോ. അതുകൊണ്ട് അവർക്ക് ഇനി ഒരു പേടിയുണ്ടാകും. ഇനിയുള്ള ജോലികളെല്ലാം അവർ ശ്രദ്ധയോടെ ചെയ്തോളും, അത് ഉറപ്പാണ്. അതുകൊണ്ട് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. സാറിന് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. പിന്നെ കാണിക്കുന്നത് റിയ വിചാരിക്കും, വിനയ് എങ്ങനെയെങ്കിലും ഗാർഗി ഒഴിവാക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു പ്രഗ്നൻസിയാണ്. എന്നിട്ട് വിനയോട് ചോദിക്കും, നിങ്ങളുടെ ഭാര്യയാണോ അതോ ഞാനാണോ ബെറ്റർ? ഇത് കേൾക്കുമ്പോൾ വിനയ് പറയും, അതിനെന്താ എത്ര സംശയം, അത് താൻ തന്നെ. അപ്പോൾ റിയ പറയും, എനിക്ക് വിനയ് ഒരു അവസരം തരണം. ഞാനാണോ ഗാർഗിയാണോ ബെറ്റർ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ വിനയ് പറയും, താനാണ് ബെറ്റർ എന്ന് ഗാർഗിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം, താനൊന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോൾ റിയ പറയും, വിനയ്ക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം. എന്നാലും അത് അവളുടെ മുന്നിൽ തെളിയിക്കുമ്പോൾ ഒരു രസം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗാർഗി ഒരു ജ്യൂസ് കൊണ്ടുവന്നിട്ട് അത് വിനയോട് കുടിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും റിയ ജ്യൂസ് വാങ്ങാണ്. എന്നിട്ട് അത് കുടിച്ചിട്ട് പറയും, എന്താണിത്? ഇതാണോ ജ്യൂസ്? ഇതിനൊട്ടും മധുരമില്ലല്ലോ, ഭയങ്കര പുളിയും.
അപ്പോൾ ഗാർഗി പറയും, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, ഞാനിത് കുടിച്ചു നോക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഈ പുളിയൊക്കെ എവിടെ നിന്ന് വന്നു? അപ്പോൾ റിയോ ഓക്കാനിക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നീ ഇത് കുടിച്ചു നോക്കിയിട്ടാണോ കൊണ്ടുവന്നത്? അപ്പോൾ ഗാർഗി പറയും, അതിനെന്താ, എൻ്റെ ഭർത്താവിന് കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ കുടിച്ചു നോക്കിയാൽ എന്താ തെറ്റ്? ഞാൻ ഇതേ ഗ്ലാസ്സിൽ കുടിച്ചു നോക്കിയിട്ട് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നിന്റെ എച്ചിലാണോ കുടിക്കേണ്ടത്? അപ്പോൾ ഗാർഗി പറയും, ഞാൻ കുടിച്ച ജ്യൂസ് നിനക്ക് എച്ചിലായി തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് നാൾ എൻ്റെ കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവോ? ബ്രാൻഡ് ന്യൂ ഒന്നുമല്ല. ഇപ്പം നിനക്ക് വോമിറ്റിംഗ് വരുന്നില്ലേ? വിനയ് എന്തായാലും ഇനി റിയെ കുടിച്ച് എച്ചിലാക്കിയ ജ്യൂസ് കുടിക്കണ്ട, സാറിനുള്ള ജ്യൂസേ ഞാൻ വേറെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വിനയ് പോയിട്ട് പ്രഭാവതിയോട് പറയും, ഈ ഗാർഗിയും റിയും ഒരേ വീട്ടിൽ താമസിക്കുന്ന വലിയ പ്രശ്നമാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കും, അതിന് നീ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ വിനയ് പറയും, ഗാർഗി എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിലേക്ക് അയച്ചാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് ദിവസം അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കട്ടെ. അപ്പോൾ പ്രഭാവതി ചോദിക്കും, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അപ്പോൾ വിനയ് പറയും, ഗാർഗിയുടെ സമ്മതം ആർക്ക് വേണം? ഗാർഗിയുടെ സമ്മതം വേണ്ട, പക്ഷേ ഗാർഗി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ അതിന് വിശാലിൻ്റെയും ഗോപിയേട്ടൻ്റെയും സമ്മതം വേണ്ടിവരും. അവർ രണ്ടുപേരും ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ കുറച്ച് ദിവസം കൂടെ റിയോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ഗാർഗിയെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയാൽ അത് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ വിനയ് ചോദിക്കും, ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ്, പ്രതാപനങ്ങൾ എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ പ്രഭാവതി പറയും, ഒന്നും പറയണ്ട മോനെ, അവനെ ആ പാർവതി ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്തിന്? അവൾക്ക് പ്രതാപൻ എൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് കാര്യം. അപ്പോൾ പാർവതിക്ക് അത്രയ്ക്ക് അഹങ്കാരാണോ? ഒന്നും പറയണ്ട മോനെ, അഹങ്കാരത്തിന് കൈയും കാലം വെച്ച പെൺരൂപമാണ് അവള്. ഇപ്പോൾ ഇവിടുത്തെ ഭരണം മുഴുവൻ അവളുടെ കയ്യിലല്ലേ? വിശാലാണെങ്കിൽ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവൾക്ക് എതിരെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പ്രവർത്തിക്കാൻ പറ്റും? ഇപ്പോൾ അങ്കിൾ എവിടെ താമസിക്കുന്നത്? അവൻ ഏതൊരു ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ്. പെട്ടെന്ന് എന്നെ വിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് അവൻ ആകെ തകർന്നു പോയി, ഞാനും തളർന്നു പോയി. എങ്കിലും അവൻ്റെ അവസ്ഥ കഷ്ടമാണ്. കയ്യിൽ പണവും ഇല്ല, വരുമാനവും ഇല്ല. ഇടയ്ക്ക് ഞാൻ പോയി കണ്ട് അത്യാവശ്യം ചിലവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ വിനയ് പറയും, കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. ഇവിടെ വന്നിട്ട് അങ്കിളിനോടൊപ്പം ശരിക്കും ആഘോഷിക്കണമെന്ന് കരുതിയതാണ്. ആലോചിക്കുമ്പോൾ വിഷമം കൂടുന്നു. അങ്കിളിനെ ഇറക്കി വിട്ടപ്പോൾ അമ്മ ഇടപെട്ടില്ലേ? അപ്പോൾ പ്രഭാതി പറയും, ഞാൻ ഇടപെട്ടിട്ട് എന്താ മോനെ കാര്യം? അവൾ പിടിക്കുന്നിടത്തെ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ വിനയ് ചോദിക്കും, അവളൊരു പട്ടിക്കാട് പെണ്ണല്ലേ? അപ്പോൾ പ്രഭാതി പറയും, അതൊക്കെ പണ്ട്. ഇപ്പം അവളെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് എനിക്ക് താക്കീത് തന്നിരിക്കുകയാണ് അവള്. ഇത് കേൾക്കുമ്പോൾ വിനയ് ചോദിക്കും, അങ്ങനെ അവൾ പറഞ്ഞോ? അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൾ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. അമ്മയെ എവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ അവൾ ആരാണ്? എനിക്ക് അതൊന്നും അറിയണം. ഈ കാര്യം അച്ഛന് വിശാലൊന്നും അറിഞ്ഞില്ല അമ്മേ? ഇല്ല, ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. മുള്ളിൻ്റെ മുള്ളുകൊണ്ടെടുക്കണം, അത് ഞാൻ എടുത്തോളാം. നീ ഇതിൽ ഇടപെടരുത്. ഞാൻ ഈ പറഞ്ഞത് നിന്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. അപ്പോൾ വിനയ്, ശരിയായിക്കോട്ടെ, പക്ഷേ പ്രതാപനങ്ങളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അമ്മ അതിന് തടസ്സം നിൽക്കരുത്. പാർവതിയുടെ കൊമ്പൊടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിനയ് അകത്തേക്ക് പോവുകയാണ്. അതേസമയം ഗോപിനാഥ് പാർവതിയോട് പറയും, നീ മിടുക്കിയ മോളെ, നിന്നെ വിശാലിന് ഭാര്യയെ ലഭിച്ചത് മഹാഭാഗ്യാണ്. അപ്പോൾ പാർവതി പറയും, ഭാഗ്യം എനിക്കാണ് അച്ഛാ. വിശാൽ സാറിൻ്റെ ഭാര്യയാവാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. അത് നിന്റെ വിനയം, എളിമ. പക്ഷേ നിന്നെ ഈ കുടുംബത്തിൻ്റെ മരുമകളായി ലഭിച്ചത് മഹാഭാഗ്യമാണെന്ന് ഞാൻ വെറുതെയല്ല പറഞ്ഞത്. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ മോനും സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാം. അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് നീ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഗായത്രിയും ഇങ്ങനെ തന്നെയായിരുന്നു. ഗോപിനാഥ് പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.